റിവ്യൂ റേഷനിലെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എല്ലാവരും കാത്തിരുന്ന നമ്മുടെ ഡ്രാഗൺ സിനിമയുടെ ഗ്ലിംസ് റിലീസായി. അപ്പോൾ ഇന്ന് 12 മണിക്കാണ് റിലീസായത് രാത്രി. അപ്പോൾ രാത്രി കണ്ട് നമുക്ക് കണ്ട് റിയാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജോലി കഴിഞ്ഞ് ഒന്ന് തിരക്ക് കഴിഞ്ഞ് വന്ന് ഇതിപ്പോൾ ഇന്ന് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന NTRന്റെ അടുത്ത സിനിമയാണ്. അപ്പോൾ പുള്ളിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഒന്ന്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ NTR സാർ. അപ്പോൾ നമുക്കിന്ന് എന്തായാലും നമുക്ക് നമ്മുടെ ഇതിലേക്ക് പോവാം, ഗ്ലിംസിലേക്ക് പോവാം. ഞാനൊരു പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. It's true. ബ്രിട്ടീഷുകാർ ഭാരതത്തിലേക്ക് വന്നത് കോട്ടണും സ്റ്റീലിനും സ്പൈസസിനുമായിരുന്നു. പക്ഷേ 280 വർഷം അവരിവിടെ തുടരാൻ കാരണം ഒരു ചെടി. They came here for the opium poppy, which produces the most addictive substance in the world. Heroin. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഓപ്പിയം കൃഷി ചെയ്യുന്ന 2 ഇടങ്ങളുണ്ട്. അഫ്ഗാനിസ്ഥാൻ, പിന്നെ ഗോൾഡൻ ട്രയാങ്കിൾ. ബ്രിട്ടീഷുകാർ ആ പ്രദേശങ്ങളെ നിയന്ത്രണത്തിൽ വെച്ച് 95% ഓപ്പിയം ട്രേഡ് അവരുടെ കൺട്രോളിലാക്കി. In 1947, when the British left India, they also left behind the most profitable business in the world. അതോടെ ആ വ്യാപാരം 2ആയി പിരിഞ്ഞു. ഒന്ന് അഫ്ഗാൻ ട്രേഡിംഗ് കമ്പനി, മറ്റൊന്ന് ഗോൾഡൻ ട്രേഡിംഗ് കമ്പനി. അങ്ങനെ ഓപ്പിയത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ തുടങ്ങി. അപ്പോഴാണ് ഈ വില്ലന്മാരും ഉണ്ടായത്. Genesis chapter 1, verse 1. On the first day, God created light. On the second day, He created the sky and the water. On the third day, He created the land and the vegetation. And on the fourth day, He made the sun and the moon and the stars. On the fifth day, He created the creatures in the sea and the birds in the sky. On the sixth day, He made the animals and the humans. And on the seventh day, God rested. And then the devil was born. ദൈവം എനിക്കൊരു വലിയ വരം തന്നിട്ടുണ്ട്. ട്രിഗർ വലിച്ചാലും മറന്നു പോകുമെന്ന്. ഞാൻ ഉറങ്ങുമ്പോൾ എന്റെ സ്വപ്നത്തിൽ ഞാൻ കൊന്നവരുടെ മുഖങ്ങൾ വരില്ല. ബാക്കിയുള്ള ശത്രുക്കളുടെ മുഖങ്ങൾ മാത്രമേ വരൂ. അറിയാതെ പോലും എന്റെ സ്വപ്നത്തിൽ വരരുത്. और मुझे एक डाउट है जलील साहब, ये पौधा अफीम ज्यादा उगाता है या विलन? इस कहानी में तो सभी विलन है. ഇതെഴുതുന്നതിനും അതറിയാം. വില്ലന്മാരുടെ അരാജകത്വം അതിര് കിടക്കുമ്പോൾ കഥയിലേക്കൊരു ഹീറോയെ കൊണ്ടുവരണമെന്ന്. ഇത്തവണ ക്യാരക്ടർ നിങ്ങളാണ് സാർ. നിങ്ങളത് തടയണം. എന്റെ പോലെ അടുത്ത വർഷം ഇതേ മാസം. എന്റെ പൊന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും കട്ട വെയിറ്റ് ചെയ്യുന്ന ഗ്ലിംസ് നമ്മളിന്ന് കണ്ട് റിയാക്ട് ചെയ്തു. ഞാൻ
കട്ട വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സാധനം ഒന്നും വരാൻ വേണ്ടി. കാരണം പുള്ളിയുടെ ബർത്ത്ഡേക്കാൻ ഇടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടിപൊളി ഗ്ലിംസ് എന്തായാലും ഇറക്കിയത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒരു വർഷം കാത്തിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മിക്കാൻ ട്രെയിലറൊക്കെ കയറി വരായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മിക്കാൻ സലാർ 2 ഉണ്ടാവുള്ളൂ. സലാർ 2 ആയിരുന്നു ഞാൻ മിക്കവാറും അടുത്ത സിനിമയായിട്ട് പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ നോക്കണ്ട. അപ്പോൾ അതിപ്പോൾ ഇത് ഡ്രാഗൻ നോക്കിയാൽ NTR ഡ്രാഗൻ. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നല്ല സിനിമയായിരിക്കും, ഉറപ്പായിട്ട് നല്ല സിനിമയായിരിക്കും. കാരണം ഞാൻ നല്ലൊരു ഫാനാണ് ഞാൻ. കാരണം പുള്ളിയുടെ പടങ്ങളൊക്കെ അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട പടങ്ങൾ, എല്ലാ പടങ്ങളും. അപ്പോൾ എന്തായാലും നമുക്ക് സിനിമ വരട്ടെ, നമുക്ക് അടിപൊളിയാവാം. അപ്പോൾ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മാക്സിമം ലൈക്ക് അടിക്കുക, സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തിടണം. എല്ലാവർക്കും ബൈ.